ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 27. ദൈവം നിങ്ങളുടെ പേര് വിളിക്കുന്നു. സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടു പോകുന്നു എന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം. വിദ്യാഭ്യാസം നേടാൻ സഹായിക്കാമെന്ന വാഗ്ദാനം സ്വീകരിച്ച് നതാലിയ മറ്റൊരു രാജ്യത്തേക്ക് പോയി. എന്നാൽ താമസിയാതെ അവളുടെ പുതിയ വീട്ടിലെ പിതാവ് അവളെ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. ശമ്പളമില്ലാതെ തൻ്റെ വീടിനെയും കുട്ടികളെയും പരിപാലിക്കാൻ അയാൾ അവളെ നിർബന്ധിച്ചു. പുറത്തു പോകാനോ ഫോൺ ഉപയോഗിക്കാനോ അവളെ അയാൾ സമ്മതിച്ചില്ല. അവൾ അയാളുടെ അടിമയായി മാറിയിരുന്നു. അബ്രഹാമിൻ്റെയും സാറായിയുടെയും മിസ്രൈമി അടിമയായിരുന്നു ഹാഗാർ. ആരും അവളുടെ പേരുപയോഗിച്ചില്ല. അവർ അവളെ എൻ്റെ അടിമ അല്ലെങ്കിൽ നിങ്ങളുടെ അടിമ എന്ന് വിളിച്ചു. അവർക്ക് ഒരു അനന്തരാവകാശി ലഭിക്കാൻ അവളെ ഉപയോഗിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദൈവം എത്ര വ്യത്യസ്തനാണ്! മരുഭൂമിയിൽ ഗർഭിണിയായ ഹാഗാറിനോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ തിരുവെഴുത്തുകളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ദൂതൻ ഒന്നുകിൽ ദൈവത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. അവൻ ദൈവമാണെന്ന് ഹാഗാർ വിശ്വസിച്ചു. കാരണം അവൾ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ദൂതൻ ദൈവമാണെങ്കിൽ അവൻ ഒരു പക്ഷേ പുത്രനാം ദൈവത്തിൻ്റെ, നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുന്നവൻ, ജഡധാരണ പൂർവ്വ പ്രത്യക്ഷയായിരിക്കും. അവൻ അവളുടെ പേര് വിളിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടു പോകുന്നു എന്ന് ചോദിച്ചു. ദൈവം നതാലിയയെ കണ്ടു. അവളെ രക്ഷിക്കുന്നതിനായി കരുതലുള്ള ആളുകളെ അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ ഇപ്പോൾ നേഴ്സാകാൻ പഠിക്കുകയാണ്. ദൈവം ഹാഗാറിനെ കണ്ടു, അവളെ പേരു ചൊല്ലി വിളിച്ചു. ദൈവം നിങ്ങളെയും കാണുന്നു. നിങ്ങൾ അവഗണിക്കപ്പെടുകയോ അതിലും മോശമായി ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്യാം. യേശു നിങ്ങളെ പേരു ചൊല്ലി വിളിക്കുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. ചിന്തിക്കുക, യേശുവിന് നിങ്ങളുടെ പേരറിയാം എന്നതിൻ്റെ അർത്ഥമെന്താണ്? സമാനമായി നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.